ഹായ് ഓൾ. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ അഞ്ചാമത്തെ ചോദ്യത്തിന് തന്നെ ഫസ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിൽ അത് ചെയ്ത് കാണിച്ചിരുന്നു. നമുക്ക് ഇതിന്റെ ഓർ ക്വസ്റ്റിനോടൊന്ന് ചെയ്ത് നോക്കിയാലോ? അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെന്താണ് മ്യൂച്വൽ അക്കോമഡേഷന്റെ എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള ചോദ്യമാണ്. നമുക്ക് ഡയറക്ട്ലി ചോദ്യത്തിനകത്തേക്ക് പോയേക്കാം. He draws on J a bill of exchange for 1,80,000 on 1st April 2025 for 3 months. അതായത് 3 മാസത്തേക്ക് ഒരു ബില്ല് എഴുതി. J accepts the bill and sends it to T. അക്സെപ്റ്റ് ചെയ്ത് തിരിച്ചു കൊടുത്തു. Who gets it discounted from his bank for 1,72,800. അപ്പൊ ഡിസ്കൗണ്ട് ചെയ്തു എന്നുള്ള കാര്യം പിടികിട്ടിയല്ലോ. ഓക്കെ. ടി ഇമ്മീഡിയറ്റ്ലി റെമിറ്റ്സ് എത്ര രൂപ കൊടുത്തു? 57,600 കൊടുത്തു. ആർക്ക്? ജെക്ക്. ഓൺ ദി ഡ്യൂ ഡേറ്റ് ആയപ്പോ ടി ബീങ് അനേബിൾ ടു റെമിറ്റ് ദി എമൗണ്ട് ഡ്യൂ അക്സെപ്റ്റ് എ ബിൽ ഫോർ എന്നാണ് വേറൊരു ബില്ല് ആരെഴുതി? ഈ പറയുന്ന ജെ എഴുതിയിട്ട് അത് ടി അക്സെപ്റ്റ് ചെയ്തു. എത്ര രൂപയുടെ? 2,52,000 ഫോർ എത്ര? ഫോർ 3 months, വിച്ച് ഈസ് ഡിസ്കൗണ്ടഡ് ബൈ ജെ ഫ്രം ഹിസ് ബാങ്കർ ഫോർ എത്ര രൂപയ്ക്കാണ് ഡിസ്കൗണ്ട് ചെയ്തത്? 2,40,660. ജെ സെന്റ് എത്രയാണ്? 40,440 ടു ടി. എന്താണ്? ബിഫോർ ദി മെച്യൂരിറ്റി ഓഫ് ദി ബിൽ ടി ബിക്കംസ് ബാങ്ക്രപ്റ്റ് ആൻഡ് ഹിസ് എസ്റ്റേറ്റ് പേയിങ് 50 പൈസ ഇൻ റുപ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ചോദ്യം, മ്യൂച്വൽ അക്കോമഡേഷന്റെ ചോദ്യം ഡയറക്ട്ലി ചെയ്തേക്കാം. പാസ് ജേണൽ എൻട്രി ഇൻ ദ ബുക്ക് ഓഫ് ടി. അപ്പൊ ടിയുടെ ബുക്കിൽ ജേണൽ എൻട്രീസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു ജേണല് പെട്ടെന്ന് വരച്ചേക്കാം. ഒരു ജേണല്. ഓക്കെ, ഞാൻ പെട്ടെന്ന് വരയ്ക്കുന്നതാണ്, ഇതൊന്നും നോക്കൊന്നും വേണ്ട. പിന്നെ അക്കോമഡേഷൻ ബില്ലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഡേയ്സ് ഓഫ് ഗ്രേസ് 3 ദിവസം കിട്ടില്ല. അപ്പൊ ഈ പറയുന്ന ഡേറ്റ് മെച്യൂരിറ്റി ഡേറ്റ് കണ്ടുപിടിക്കുമ്പോൾ തെറ്റിപ്പോയത് കേട്ടോ. അപ്പൊ ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ആരാണ്? ഇൻ ദി ബുക്ക് ഓഫ് ടി അല്ലേ ചെയ്യേണ്ടത്? ഇൻ ദ ബുക്ക് ഓഫ് ടി. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇവിടെ ഡേറ്റ്. ഡേറ്റ് വിളിച്ച് ചെറുതായിട്ട് സാരയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ബില്ല് എഴുതുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1st April 2025 ആണ്. അതായത് 1/4/25 ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ടി ഒരു ബില്ല് റിസീവബിൾ എഴുതുന്നത്. അപ്പൊ എങ്ങനെ എൻട്രി വരും? ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ആരുടെ പേരിലാണ്? ജേസ് അക്കൗണ്ട്. ജേസ് അക്കൗണ്ട്. നരേഷൻ ഞാൻ തൽക്കാലം എഴുതുന്നില്ല, നരേഷൻ നിങ്ങൾ തന്നെ എഴുതിയാൽ മതി. അപ്പൊ എത്ര രൂപയ്ക്കാണ്? 1,80,000. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മുടെ ടിക്കാണെങ്കിൽ ജെ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ എന്താ ചെയ്തിരിക്കുന്നത്? ഡിസ്കൗണ്ട് ചെയ്തു. ചെയ്ത് കൊണ്ട് എന്ത് ചെയ്തു? സെയിം ഡേറ്റിൽ തന്നെ 1/4/25 തന്നെ ഡിസ്കൗണ്ട് ചെയ്തു. ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ എൻട്രി എന്താണ്? കുറച്ച് പൈസ കിട്ടും അല്ലെ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ്. പിന്നെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുമല്ലോ. ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെബിറ്റഡ് ടു എന്ത് കയ്യിൽ നിന്ന് പോയി? ബിൽ റിസീവബിൾ പോയി. ഓക്കെ ആണല്ലോ? എത്ര രൂപയുടെ ബിൽ റിസീവബിൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയത്? 1,80,000 എത്ര രൂപ ക്യാഷ് ആയിട്ട് കിട്ടിയത്? 1,72,800 അല്ലെ? ഡിഫറൻസ് എത്രയാണ്? 1,72,800 നോക്കുമ്പോ 7,200 രൂപ ഡിസ്കൗണ്ടും പിടിച്ചു. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഇമ്മീഡിയറ്റ് റെമിറ്റ്സ് 57,600 രൂപ കൊടുത്തു അല്ലെ? അപ്പൊ ആക്ച്വലി 57,600 കൊടുത്തു. അതായത് ടോട്ടൽ കിട്ടിയ ക്യാഷ് 1,72,800 ആയിരുന്നു. ശരിയല്ലേ? അപ്പൊ ജസ്റ്റ് നമ്മളൊരു പെർസെന്റേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാല് 33.333% ആണ് ഒരു ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് കേട്ടോ. അതായത് 1/3 പോർഷൻ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റേഷ്യോ ജസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒരു 2:3 2:1 എന്ന് പറയുന്ന റേഷ്യോ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. നമുക്ക് റെമിറ്റ് ചെയ്യുന്ന എൻട്രി എഴുതിയേക്കാം. ആർക്കാ കൊടുക്കുന്നത്? ജെക്ക്. ജെസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷിന്റെ പോർഷനും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ടു ഡിസ്കൗണ്ടിന്റെ പോർഷനും എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പൊ ഡിസ്കൗണ്ട് എത്രയാണ് കണ്ടുപിടിക്കണല്ലോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം ഉപയോഗം വരും. എന്താണ്? നമ്മൾ ക്യാഷിന്റെ പോർഷൻ എത്രയാണ് കൊടുത്തത്? 1/3 പോർഷൻ ആണ് ക്യാഷ് കൊടുത്തത്. അപ്പൊ അവര് തമ്മിൽ ഷെയർ ചെയ്യുന്ന റേഷ്യോ ഏതായിരിക്കും? ഈ പറയുന്ന 2:1. അതായത് ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 57,600 രൂപയാണ്. 57,600. ക്ലിയർ ആണല്ലോ? അപ്പൊ ടോട്ടലി എത്ര പോർഷൻ ഷെയർ ആകണം? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1,80,000 രൂപയുടെ ബില്ലാണ് ടോട്ടലി. അതിന്റെ 1/3 എന്ന് പറയുന്ന 60,000 ആണ്.
അപ്പോ ടോട്ടൽ എത്ര ഷെയർ ആയിരിക്കണം എഫക്റ്റില് 60,000 രൂപയുടെ പോർഷൻ ഷെയർ ചെയ്തിരിക്കണം. അപ്പൊ ഇതും 57,600 നമ്മളൊരു ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് എത്രയാണ് ഷെയർ ചെയ്തതെന്ന് കിട്ടും. അല്ല എങ്കിൽ ഡയറക്ട്ലി 7,200 ആയിട്ടുള്ള ടോട്ടൽ ഡിസ്കൗണ്ടിന്റെ 1/3 എടുത്താലും മതി. ഏതായാലും ഓക്കെ ആണ്. അപ്പോ ഈ ലെവലിൽ ഇത് സെയിം എന്താണ് ഡേറ്റ് തന്നെ, ഡിസ്കൗണ്ട് ചെയ്ത ഡേറ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, അടുത്ത പറഞ്ഞിരിക്കുന്നത് ഓൺ ദ ഡ്യൂ ഡേറ്റ് ആദ്യം കണ്ടുപിടിക്കാം. 3 മാസത്തേക്കുള്ള ബില്ലാണല്ലോ, അപ്പോ 7ാം മാസം ആകും. അക്കോമഡേഷൻ ബില്ലായതുകൊണ്ട് എന്ത് കിട്ടില്ല, ഡേയ്സ് ഓഫ് ഗ്രേസ് കിട്ടില്ല. 1/25. എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ടിക്ക് പോർഷൻ വെച്ചാൽ എന്താണ് പറയുന്നത്, റെമിറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതായത് കറക്റ്റ് ആയിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ജെ എഴുതിയൊരു ബില്ല് ഈ പറയുന്ന നമ്മൾ, അതായത് ടി എന്ത് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ബിൽ പേയബിൾ ആണത്. ക്ലിയർ ആണല്ലോ. അപ്പോ ജെസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. എത്രയുടെ ബില്ലാണ് അക്സെപ്റ്റ് ചെയ്തത്, 2,52,000. 2,52,000. ഓക്കെ. പിന്നെ എന്താ സംഭവിച്ചിരിക്കുന്നത്, വിച്ച് ഈസ് ഡിസ്കൗണ്ടഡ് ബൈ ജെ. ജെ കൊണ്ടുപോയി ജെയുടെ അവിടുത്തെ ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് നമ്മൾക്ക് ഇവിടെ എൻട്രി ഉണ്ടാവോ, നമ്മുടെ ടിയുടെ ബുക്കിൽ എൻട്രി ഉണ്ടോ, ഇല്ല. എത്ര രൂപയ്ക്കാണ് ഡിസ്കൗണ്ട് ചെയ്തത്, അതായത് 2,52,000. കിട്ടിയത് എത്രയാണ്, 2,40,000 660. ടോട്ടല് 11,340 രൂപ ഡിസ്കൗണ്ട് ആയിട്ടുണ്ട് കേട്ടോ, ഡിസ്കൗണ്ട് ആയിട്ടുണ്ട്. അപ്പം ജെ എത്ര രൂപയാണ് നമുക്ക് അയച്ചു തരുന്നത്, 40,440 രൂപയാണ് അയച്ചു തരുന്നത്. അപ്പൊ നോർമലി ഒരു മ്യൂച്വൽ അക്കോമഡേഷന്റെ ചോദ്യത്തിൽ നമുക്കറിയാം, ഈ പറയുന്ന ഫസ്റ്റ് ബില്ലിന്റെ ലൈബിലിറ്റി ജെയുടെ കയ്യിലായിരുന്നു. അപ്പൊ ഈ ജെ രണ്ടാമത് ഈ ബില്ല് എടുക്കുന്നത് എന്തിനായിരിക്കും, ആദ്യത്തെ ബില്ല് പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് 2,52,000 രൂപ ഈ പറയുന്ന ജെ ഒരു ബില്ല് എഴുതിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഫുള്ള് പോയി എന്ത് ചെയ്യും, ഈ ഫസ്റ്റ് ബില്ല് എന്ത് ചെയ്തിരിക്കും, മെറ്റ് ചെയ്തിരിക്കും. 2,52,000 1,80,000 രൂപ ബാങ്കിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. ബാക്കി എത്രയുണ്ട്, 72,000 ആണ് ബാലൻസ് ഉള്ളത്. അത് ഇവര് ഈ പറഞ്ഞ ഓൾഡ് റേഷ്യോയില് വീതിക്കും. അതായത് 2:1 എന്ന് പറഞ്ഞ റേഷ്യോയിൽ വീതിക്കും. 72,000 ഇൻറ്റു 2/3 വീതിക്കുമ്പോ എത്ര കിട്ടും, 48,000 കിട്ടും. ടോട്ടൽ എഫക്റ്റിൽ എത്ര രൂപയുടെ പോർഷൻ ഷെയർ ആയിരിക്കണം, 48,000. ക്യാഷ് ആയിട്ട് ഷെയർ ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ് ജെ എത്ര സെൻഡ് ചെയ്തു എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത്, 40,440. അപ്പൊ നമുക്ക് എൻട്രി എഴുതിയാലോ, ഈ പറയുന്ന ജെ ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷം സെയിം ഡേറ്റിൽ നമുക്ക് എന്തൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് തരും, ക്യാഷും നമുക്ക് കിട്ടും, കൂടെ ഡിസ്കൗണ്ട് നമ്മൾ ഷെയർ ചെയ്യണ്ടേ. നമ്മള് ഒരു റേഷ്യോയില് ക്യാഷ് ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ ഡിസ്കൗണ്ടും ഷെയർ ചെയ്യണം. സോ ജെ അക്കൗണ്ട് ടോട്ടൽ ജെ എത്ര രൂപയുടെ എഫക്റ്റ് ഉള്ള സാധനം നമുക്ക് തരണം, 48,000 രൂപയുടെ തരണം. ക്യാഷ് ആയിട്ട് എത്ര തന്നു, 40,440. ഡിസ്കൗണ്ട് ആയിട്ട് എത്ര ഷെയർ ചെയ്ത് തന്നതെന്ന് അറിയാനായിട്ട് ടോട്ടൽ ഡിസ്കൗണ്ട് 11,340 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, 2/3 എടുത്താൽ മതി. അപ്പൊ നമുക്ക് 7,560 കിട്ടും. ഇത് രണ്ടോട് കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്നുണ്ടോ നോക്കിയാൽ പോരെ. അപ്പൊ ഡയറക്റ്റ് 48,000 കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്തത്, രണ്ടാമത്തെ ബില്ല് എഴുതിയതിനു ശേഷം നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് ജെ പോയി ആദ്യത്തെ ബില്ല് പേ ഓഫ് ചെയ്തിട്ടുണ്ടാകും. ബാലൻസ് ഉള്ള എമൗണ്ട് നോക്കുന്നു. ബാലൻസ് ഉള്ള എമൗണ്ട് ഈ പറയുന്ന റേഷ്യോയിൽ നമ്മൾ വീതിച്ചു, അത്രേ ചെയ്തോളൂ. പിന്നെ ഡിസ്കൗണ്ടിന്റെ പോർഷൻ എത്രയാണെന്ന് അറിയാനായിട്ട് ടോട്ടൽ ഡിസ്കൗണ്ടിന്റെ അതേ റേഷ്യോയിൽ തന്നെയാണ് നമ്മൾ വീതിച്ചിരിക്കുന്നത്. പിന്നെ ബിഫോർ ദ മെച്യൂരിറ്റി ഓഫ് ദി ബില്ല്, മെച്യൂരിറ്റി ഡേറ്റിന് മുന്നേ എന്താണ്, ടി ബിക്കം ബാങ്ക്രപ്റ്റ് ആൻഡ് ഹിസ് എസ്റ്റേറ്റ് പേയിങ് 50 പൈസ ഇൻ റുപ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ടി കൊടുക്കാനുള്ള പൈസ, അതായത് രണ്ടാമത്തെ ബില്ലിന്മേൽ ആക്ച്വലി എത്ര രൂപയാണ് ഈ പറയുന്ന ടി കൊടുക്കാനുള്ളത്, അതായത് 2,52,000 ആണ് രണ്ടാമത്തെ ബില്ല്. അതിന്റെ 2/3 പോർഷൻ, അതായത് 1,68,000 രൂപ ടി കൊടുക്കേണ്ടതാണ്. ടി കൊടുക്കേണ്ടതാണ്. അത് മൊത്തം കൊടുക്കാൻ പറ്റുന്നുണ്ടോ, എത്ര കൊടുക്കാൻ പറ്റുന്നുള്ളൂ, അതില് 50% എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, കൊടുക്കാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പൊ അത് നമ്മൾ എഴുതണ്ടേ, ഇൻസോൾവെന്റ് ആകുമ്പോൾ നമ്മൾ എഴുതണ്ടേ, നമ്മൾ എഴുതണം. അതായത് എങ്ങനെയാണ് നമുക്ക് ജേണൽ എൻട്രി വരിക, കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട് ജെക്ക് നമ്മൾ കൊടുക്കുന്നു. ജെസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടോട്ടൽ 1,68,000 കാര്യം വരും. ടു ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത് 50%. അപ്പൊ എത്ര വരും, 84,000. കൊടുക്കാൻ പറ്റാത്ത നമ്മൾ ഏത് അക്കൗണ്ട് വഴിയാണ് എഴുതുന്നത്, ഡെഫിഷ്യൻസി അക്കൗണ്ട്. ഡെഫിഷ്യൻസി അക്കൗണ്ടിലും 84,000. ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യുന്നത്.
ഞാൻ ഒത്തിരി ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും പോയിട്ടൊന്നുമില്ല. ജസ്റ്റ് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾ ഓൾറെഡി ചെയ്തവരാണ്, നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു, ഡയറക്റ്റ്ലി ആൻസർ ഒന്ന് എഴുതിയെന്നുള്ളൂ. അപ്പൊ ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു.